മൈത്രേനുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, യൂണിവേഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അതിനൊരിക്കലും മാറ്റമില്ല, അത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ചിന്തിച്ച് തല പോയിക്കുന്നത്. അങ്ങനെ അന്ന് ലോകത്തെ പ്രഗത്ഭരായ ഫിസിസ്റ്റുമാരെല്ലാം ഒത്തുകൂടി അവിടെ ആൽബർട്ട് ഐൻസ്റ്റീനും ലാമേറ്ററും ഉണ്ടായിരുന്നു. ലാമേറ്ററിൻ്റെ ഈ കോസ്മോളജിക്കൽ മോഡലിനെ ശരിക്കും പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കളിയാക്കി. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലൻ സാൻഡേജ് ആയിരുന്നു. അദ്ദേഹം ഒരു ആഗ്നോസ്റ്റിക് ആയിരുന്നു, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരു ദൈവവിശ്വാസി ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇതൊരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ ഡോഗ്മ, നിങ്ങൾക്കറിയാം വിശുദ്ധ ബൈബിൾ 31:1 തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണല്ലേ. പ്രിയപ്പെട്ടൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോ കുറച്ച് സയൻസിൽ കൂടെ നമ്മൾ കയറിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും ഈ വീഡിയോ ചെയ്യുന്നില്ല. കാരണം ഇതൊരു സയൻറ്റിഫിക് കോണ്ടന്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ പ്രൈമർലി ഇത് ഫോക്കസ് ഇതാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടപ്പോൾ ഒരു എയ്ത്തിസ്റ്റ് വന്നൊരു കമൻറ്റ് ചെയ്തു, മതം പഠിച്ചിട്ട് ഞാൻ ദൈവവിശ്വാസത്തെ ഉപേക്ഷിച്ചു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയാണ്. അദ്ദേഹം മതം പഠിച്ചിട്ട് ദൈവം ഇല്ല എന്ന് എത്തിയത്. പക്ഷേ ഞാനൊരു എയ്ത്തിസ്റ്റ് ആയിരുന്നു. ഞാൻ സയൻസ് പഠിച്ച് സയൻസിൽ കൂടെ ഞാൻ എത്തിപ്പെട്ടത് ദൈവം എന്ന സത്തയിലേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യാം. മനുഷ്യൻ്റെ ഏറ്റവും സങ്കീർണമായ ചോദ്യമാണ് ഈ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതിന് പലതരത്തിലുള്ള ഉത്തരങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ എന്നെ സ്പർശിച്ചത് ഈ ഒരു ഹോൾ ജേർണിയിൽ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണവും കണ്ടെത്തലുകളുടെയൊക്കെ ഒരു രൂപമാണ് നമ്മൾ എത്തിപ്പെട്ട ബിഗ് ബാങ് തിയറി പോലുള്ള ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് സയൻസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് പല നിരീശ്വരവാദികളായിരുന്നവരും പല ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും പിന്നീട് ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണമായി. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, മുൻവിധി കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക, ആൻഡ് ദെൻ യു ഡിസൈഡ് ഞങ്ങൾ ഈ പറയുന്ന കേസിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളത്. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഈ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്ന പോലെ തന്നെ ദ സയൻറ്റിഫിക് കേസ് ഫോർ എ ക്രിയേറ്റർ ആൻഡ് എ കോസ്മിക് ബിഗിനിങ്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമുണ്ട് എന്നുള്ളതിന് ഒരു സയൻറ്റിഫിക് കേസ്, ഒരു സയൻറ്റിഫിക് സ്റ്റഡി കൂടെ നമുക്ക് പോവുകയാണ്. അതിനൊരു കോസ്മിക് ബിഗിനിങ്ങിന് ഒരു സയൻറ്റിഫിക് ഒരു KPI ആയിട്ട് നമ്മൾ ഒരു കീ പെർഫോമൻസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു കീ ഇൻഡെക്സ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ബേസിൽ അതിനെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നമ്മൾ ദൈവമുണ്ടോ, ദൈവത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കടന്നു പോവുകയാണ്. ഇതിനകത്തുള്ള ഇമേജ് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസിനെയാണ്. ഹി വാസ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ഓൾസോ ഹി വാസ് എൻ എയ്ത്തിസ്റ്റ്. അതൊരു നിരീശ്വരവാദിയും കൂടെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിൽ നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൈബറിംഗ് ഗാലക്സീസ് മസ്റ്റ് ഹാവ് ബീൻ സീറോ. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, ഏതോ ഒരു സമയത്ത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം 0 ആയിരുന്നു എന്നാണ്. സോ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്? ബിക്കോസ് ഓൾറെഡി ബിഗ് ബാങ് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യത്തെ ആര് പറഞ്ഞാലും ദാറ്റ് വിൽ ബിക്കം മോർ വാലിഡ് അല്ലേ. പക്ഷേ ഈ പ്രൂവ് ചെയ്യാനെടുത്ത ഒരു ജേർണി ഉണ്ട്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഈ പ്രൂവ് ചെയ്യാനെടുത്ത ജേർണിയും ആ ജേർണിയിൽ ഇൻവോൾവ് ചെയ്ത ഗ്രേറ്റ് സയൻറ്റിസ്റ്റുമാരെ കുറിച്ചാണ്. അവസാനം അവരിൽ കുറച്ച് പേർ എത്തിപ്പെട്ട ദൈവവിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ കോസ്മിക് ബിഗിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരാളെ മറക്കാൻ പറ്റത്തില്ല, സർ ഐസക് ന്യൂട്ടൺ. ഒരു സയൻറ്റിസ്റ്റാണ്. മാത്രമല്ല നമ്മൾ കേൾക്കാതെ പോയൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു തിയോളജിനും കൂടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മില്യൺസ് ഓഫ് വേർഡ്സ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ന്യൂട്ടൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ന്യൂട്ടൺ പറഞ്ഞ ഗ്രാവിറ്റി. ശരിക്കും ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ന്യൂട്ടൺ പറയുന്നത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് എന്നായിരുന്നു. ഓക്കെ, പക്ഷേ ന്യൂട്ടൻ്റെ ഈ ഗ്രാവിറ്റേഷണൽ തിയറി ആദിമകാലങ്ങളിൽ ഇത് വളരെ അക്സെപ്റ്റഡ് ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ സൊല്യൂഷനും ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അക്സെപ്റ്റഡ് തിയറി ആയിരുന്നു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഈ പറഞ്ഞ ബ്ലാക്ക് ഹോൾ എന്നില്ല, പക്ഷേ ബ്ലാക്ക് ഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ മെർക്കുറിയുടെ റൊട്ടേഷനെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളിലുള്ള ഗ്യാപ്സ് ഒഴികെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ ഭയങ്കര അക്സെപ്റ്റഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പാർട്ടിക്കിൾ അട്രാക്ട്സ് other particle in the universe with a force that is directly proportional to the product of their masses and inversely proportional to the square of the distance between their centers. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.
അത് ഇദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞ പ്രോബ്ലം ഇങ്ങനെയാണ്: ഫ്ലാറ്റ് സ്പേസ് ടൈം. ന്യൂട്ടൺ അസ്യൂം ദാറ്റ് സ്പേസ് ആൻഡ് ടൈം ആർ സെപ്പറേറ്റ് ആൻഡ് അബ്സല്യൂട്ട് ഫോർമിങ് എ ഫ്ലാറ്റ് ആൻഡ് അൺചേഞ്ചിങ് ബാക്ക്ഗ്രൗണ്ട്. ഇതായിരുന്നു ന്യൂട്ടൺ പറഞ്ഞ തിയറം. ഇത് അക്സെപ്റ്റഡും ആയിരുന്നു. പക്ഷേ ഈ തിയറത്തെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു തിയറം വന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. ഞാൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ തന്നെ ഒത്തിരി മലയാളം എക്സ്പ്ലനേഷൻസ് അതിൻ്റെ കിട്ടും. പക്ഷേ ക്വിക്കായിട്ട് ഞാനത് പറഞ്ഞു. നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ, 1915 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ശേഷം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞത് സ്പേസ് ടൈം ഡൈലേഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊരിക്കലും മനുഷ്യന് ചിന്തിക്കാനോ വിഷ്വലി കണ്ട് മനസ്സിലാക്കാനോ പറ്റാതിരിക്കുന്ന ഒരു പ്രതിഭാസം പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു തിയറി എഴുതി പ്രൂവ് ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആ തിയറം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ, അത് ആൾക്കാർ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്? പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്ത് നിങ്ങൾ ചിന്തിക്കുക. നല്ല 4 സൈഡിൽ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് നടക്കൊരു വെയിറ്റുള്ള വസ്തുവിട്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ കുഴിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ഒരു ട്രംപോളിൻ നമ്മുടെ അടുത്ത് നമ്മളൊരു വെയിറ്റുള്ള സാധനം ഇട്ട് അതിങ്ങനെ താഴ്ന്നു പോകില്ല. അതുപോലെ ആണ് സ്പേസിൽ ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് കൊണ്ട് സ്പേസ് ടൈമിനൊരു ഡൈലേഷൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനടുത്തോട്ട് ലൈറ്റ് പോയാൽ ലൈറ്റും കർവേച്ചറായിട്ട് മാറും, അല്ലെങ്കിൽ ലൈറ്റും ബെൻഡ് ആവും എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അത് നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ യുക്തിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, മനസ്സിലാക്കാനും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിനകത്തൊരു ക്ലിയർ മെസ്സേജ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, പകരം ഇദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് കർവേച്ചർ ഓഫ് സ്പേസ് ടൈം കോസ്ഡ് ബൈ മാസ് ആൻഡ് എനർജി എന്ന് ഇദ്ദേഹം പറഞ്ഞു വെച്ചു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, നേരത്തെ ഐസക് ന്യൂട്ടൺ പറഞ്ഞ പോലെ സ്പേസും ടൈമും ഒക്കെ ഫ്ലാറ്റ് സ്പേസ് ടൈമാണെന്ന് പറഞ്ഞതുപോലെ അല്ല. അദ്ദേഹം പറഞ്ഞു ടൈം ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു, ടൈം റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു, അല്ലേ? പിന്നെ അതുപോലെ ഇദ്ദേഹം പിന്നെ പറഞ്ഞതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തിയറത്തെക്കുറിച്ചല്ല. ഈ തിയറം പ്രപ്പോസ് ചെയ്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ യൂണിവേഴ്സിന് ഒരു ഒറിജിൻ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഐഡിയയെ റിജക്റ്റ് ചെയ്തിരുന്നു. എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? മുന്നോട്ട് പോകുന്ന സ്ലൈഡിൽ ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തെന്നുള്ളത്. ഇദ്ദേഹം ഈ പറഞ്ഞ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ശേഷം വന്ന ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ശരിക്കും വേറെ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ അത് ടെക്നിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അത് ഇക്വേഷൻ വൈസ് ഒക്കെ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് സർ ആർതർ എഡിങ്ടൺ. അദ്ദേഹം ഈ സ്റ്റാർലൈറ്റ്, നമ്മുടെ സോളാർ എക്ലിപ്സിൽ കൂടെ വരുന്ന സ്റ്റാർലൈറ്റ് ബെൻഡ് ആവും എന്നുള്ളത് അദ്ദേഹം ഡേറ്റ കളക്ട് ചെയ്ത് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു മാസമുള്ള വസ്തുവിനടുത്തൂടെ ലൈറ്റ് പോകുമ്പോൾ അത് ബെൻഡ് ആവും എന്നുള്ളതൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ തിയറി ഭയങ്കര അക്സെപ്റ്റഡായി. പക്ഷേ നോക്കിയാൽ ഈ തിയറി ഉണ്ടാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കലും പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളതോ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഇനി നിങ്ങൾ ഈ ഒരു സ്ലൈഡ് നോക്കണം കേട്ടോ. 1917 ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേര് കോസ്മോളജിക്കൽ കൺസിഡറേഷൻ ഇൻ ദ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ഇതിൽ അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാരണം, ഒരിക്കൽ മൈത്രേയനുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അതിനൊരിക്കലും മാറ്റമില്ല, അത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ചിന്തിച്ച് തല പുകയ്ക്കുന്നത്, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ദൈവവിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ ദ ഗോഡ് ഹു ക്രിയേറ്റഡ് ദ റാഷണൽ മൈൻഡ് ഗിവൺ us ഓൾസോ റാഷണൽ മൈൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചുമ്മാ ഉണ്ടെന്നങ്ങ് വിശ്വസിച്ചാൽ പോരാ, വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, റൈറ്റ്? നമുക്കത് മനസ്സിലാക്കണം, പഠിക്കണം, അല്ലേ? ഞാനിത് പറയാൻ കാരണം, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഐൻസ്റ്റീൻ ഡിപ്പിക്റ്റഡ് ദി യൂണിവേഴ്സ് ആസ് ഹാവിങ് ഓൾവേസ് ബീൻ സ്റ്റാറ്റിക്. അത് സ്റ്റാറ്റിക് ആണ്, നെയ്തർ എക്സ്പാൻഡിങ് ഫ്രം ദ ബിഗിനിങ് നോർ കോൺട്രാഡിക്റ്റിംഗ്. അത് ചുരുങ്ങുന്നുമില്ല, അത് വികസിക്കുന്നുമില്ല, അത് അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൂടെ ഫോട്ടോയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാൾ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ പേര് വില്യം ഡി സിറ്റർ എന്നാണ്. ഈ വില്യം ഡി സിറ്റർ ആക്ച്വലി എന്ത് എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റൻറ്റ് യൂണിവേഴ്സ് ആണെന്ന്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് നമുക്ക് യൂണിവേഴ്സിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണെന്ന് തിയറിറ്റിക്കലി അദ്ദേഹം പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ അലക്സാണ്ടർ ഫ്രെഡ്മാൻ എന്നുള്ള ഒരു റഷ്യൻ ഫിസിസ്റ്റ് ഉണ്ട്. അദ്ദേഹവും
പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് പല സ്ഥലങ്ങളിലും ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് എന്ന് സ്ഥാപിച്ചു. അദ്ദേഹം പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്നോ അവസാനമുണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് ഒരു ഡൈനാമിക്കാണ്, അത് കോൺസ്റ്റൻ്റ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് പുതിയൊരാൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് ലമൈറ്റർ. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ബിഗ് ബാങ് തിയറി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾ. ഇദ്ദേഹം പറഞ്ഞു ഒരു പ്രിമീവിയൽ ആറ്റം ഉണ്ട്, ഒരു കോസ്മിക് എഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇദ്ദേഹം ശരിക്കും ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫീൽഡ് ഇക്വേഷൻ അദ്ദേഹം ആക്ച്വലി സോൾവ് ചെയ്തു. ഹി ആക്ച്വലി ലുക്ക്ഡ് ഇൻ ടു ദ ഡേറ്റ. ഏത് ഡേറ്റയാണ്? അതായത് ഇദ്ദേഹം സ്പൈറൽ നെബുല, നമ്മളുടെ ഗാലക്സികളുടെ ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ ഷിഫ്റ്റ്, അത് മൂവ് ചെയ്യുന്ന അതിൻ്റെ എക്സ്പാൻഷൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ വെസ്റ്റോ സ്ലിഫേഴ്സ് ഡേറ്റ എടുത്തു. എന്തിൻ്റെ? ഡോപ്ലർ ഷിഫ്റ്റിൻ്റെ എവിടെ നിന്ന്? ഗാലക്സികളുടെ ഡേറ്റ എടുത്തിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തിട്ട് പറഞ്ഞു യൂണിവേഴ്സ് ആക്ച്വലി എക്സ്പാൻഡിങ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഫേമസ് തിയറമുണ്ട്, ഹബിൾ ലോ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ദ ഫാർദർ ദ ഫാസ്റ്റർ എന്നുള്ള ഒരു ലോ, റിലേഷൻഷിപ്പ് ഒരു ലോ ഉണ്ട്, അതിനാണ് ഹബിൾ ലോ എന്ന് പറയുന്നത് അല്ലേ. ഈ ഹബിൾ ലോ ലമൈറ്റർ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? കാരണം ഈ ഡേറ്റ വെച്ച് അദ്ദേഹം അത് തിയററ്റിക്കലി പ്രൂവ് ചെയ്തു. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ലമൈറ്റർ ഇവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഫീൽഡ് ഇക്വേഷനും എടുത്ത് ഈ റെഡ് ഷിഫ്റ്റ്, ഗാലാക്റ്റിക് റെഡ് ഷിഫ്റ്റും എടുത്തിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണെന്നുള്ളത്. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ബിഗ് ബാങ് തിയറിയെ ഹെയ്റ്റ് ചെയ്തു. അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ബിഗ് ബാങ് തിയറി. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഡ്യൂ ടു സം ഫിലോസഫിക്കൽ റീസൺ, കുറച്ച് ഫിലോസഫിക്കൽ റീസൺ കാരണമാണ് അദ്ദേഹം ഈ ഫീൽഡ് ഇക്വേഷനും ഇവർ ചെയ്ത ഈ തിയറിയൊക്കെ തള്ളിക്കളഞ്ഞത്. എന്താണെന്നല്ലേ ശ്രദ്ധിക്കണം. അതിലാദ്യം 1922 ഈ ഫ്രെഡ്മാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ഫ്രെഡ്മാൻ പറഞ്ഞ ആ കോൺസ്റ്റൻറ്റും ഫീൽഡ് ഇക്വേഷനും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ കളിയാക്കിയാണ് പറഞ്ഞത്, അത് തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാപിച്ചു. നമ്പർ 1. ഇനി നമ്പർ 2, 1927 ബെൽജിയത്തിൽ വെച്ച് ഒരു സ്ലോവേ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടന്നു. ബ്രസൽസിൽ വെച്ച് നടന്നതാണ്. അന്ന് ലോകത്തെ പ്രഗത്ഭരായ ഫിസിസ്റ്റുമാരെല്ലാം ഒത്തുകൂടി. അവിടെ ആൽബർട്ട് ഐൻസ്റ്റീനും ലമൈറ്ററും ഉണ്ടായിരുന്നു. ലമൈറ്ററിൻ്റെ ഈ കോസ്മോളജിക്കൽ മോഡലിനെ ശരിക്കും പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കളിയാക്കി. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഈ സ്ലൈഡിൽ നിങ്ങൾക്കത് കാണാം. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഇൻസ്പയർഡ് ബൈ ദ ക്രിസ്ത്യൻ ഡോഗ്മ ഓഫ് ക്രിയേഷൻ ആൻഡ് ടോട്ടലി അൺജസ്റ്റിഫൈഡ് ഫ്രം ദ ഫിസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇതൊരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ ഡോഗ്മ, നിങ്ങൾക്കറിയാം വിശുദ്ധ ബൈബിൾ 31:1 തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണല്ലേ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെന്ന് സ്ഥാപിക്കാൻ കാണിച്ചു കൂട്ടുന്ന തത്രപ്പാടാണ് ഈ പുരോഹിതൻ്റെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ വിട്ടു. അദ്ദേഹം ഈ തിയറിയെ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ 1931 ഇദ്ദേഹം മൗണ്ട് വിൽസൺ സന്ദർശിക്കുകയാണ്. ഈ മൗണ്ട് വിൽസണിൽ ഇദ്ദേഹം ആക്ച്വലി ഒരു 100 ഇഞ്ച് ടെലസ്കോപ്പിൽ കൂടെയാണ് ശരിക്കും അന്ന് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ ഗാലാക്റ്റിക് ഷിഫ്റ്റ് നേരിട്ട് അദ്ദേഹം കാണും, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം യൂണിവേഴ്സിനൊരു തുടക്കമുണ്ടാവേണ്ട ആവശ്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ബിഗിനിങ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവസാനം പബ്ലിക്കായിട്ട് അക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഫാദർ ജോർജ് ലമൈറ്റർ പറഞ്ഞതുപോലെ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്തെന്ന് പറഞ്ഞാൽ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞതായിരുന്നു ഗ്രേറ്റസ്റ്റ് ബ്ലണ്ടർ എന്ന് പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് ഈ ബിഗ് ബാങ് തിയറിയുടെ പോസിബിലിറ്റി, ഒറിജിൻ ഓഫ് യൂണിവേഴ്സിന് തുടക്കമുണ്ടെന്നുള്ളതും അത് എക്സ്പാൻഡ് ചെയ്യുന്നുള്ള അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ സയൻസ് ഒന്നും പഠിക്കാത്ത വെറുതെ കുറച്ച് തോട്ട്സും കുറച്ച് ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റ്സായിട്ട് നടക്കുന്ന മൈത്രേയനെ പോലുള്ള ആൾക്കാർ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം മുൻവിധിയോട് കൂടിയാണ് ഈ കാഴ്ചകളെ കാണുന്നത്. ഈ തിയറി ഇങ്ങനെ മുന്നോട്ട് വന്നെങ്കിലും ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു തിയറി വന്നു, സ്റ്റഡി സ്റ്റേറ്റ് തിയറി വീണ്ടും പൊങ്ങി വന്നു. അത് കൊണ്ടുവന്ന് 3 നിരീശ്വരവാദികളാണ് കേട്ടോ. ആരൊക്കെയാണെന്നറിയാവോ? അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേരാണ്. ഫ്രെഡ് ഹോയേൽ, തോമസ് ഗാൾട്ട്, ഹെർമാൻ ബോണ്ടി. ഈ 3 പേരും പറഞ്ഞു യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ഒന്നുമല്ല, ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. എന്നിട്ട് ഇവരൊരു ക്രിയേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോ. യൂണിവേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ഓഫ് മാറ്റർ, ബട്ട് ആസ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ യൂണിവേഴ്സ് വുഡ് ബിഗിൻ ടു ഡിക്രീസ്. Consequently, to maintain the constant density, matter must be continually created throughout the universe. മനസ്സിലായോ? യൂണിവേഴ്സിൻ്റെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി
യൂണിവേഴ്സിൽ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലേ. ഈ തിയറി ആരാണെന്ന് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബാങ്ങിൻ്റെ ഏറ്റവും വലിയ എതിരാളി ഈ 3 ശാസ്ത്രജ്ഞർ കൊണ്ടുവന്നത്. കാരണം എന്താണെന്നറിയാമോ, അത് ഒന്ന് ഫണ്ടമെൻ്റലി ഇവർ അക്സെപ്റ്റ് ചെയ്യാത്ത വൺ ഓഫ് ദി റീസൺ ഇതിനൊരു ക്രിസ്ത്യൻ ഡോഗ്മയായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉള്ള ഒരു മിഥ്യാധാരണയായിരുന്നു ഇവരിത് കൊണ്ടുവരാത്ത. എനിവേ ബൈബിൾ പ്രൂവ് ചെയ്യുന്നത് തുടക്കം ടൈമും സ്പേസും മാറ്ററും ഒക്കെ ദൈവം ഉണ്ടാക്കി എന്ന് തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട്. അത് തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരത് അംഗീകരിക്കാതിരുന്നത്. നൗ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഇവർ ഈ തിയറി പ്രപ്പോസ് ചെയ്തപ്പോൾ ബിഗ് ബാങ്ങിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത 3 കാര്യങ്ങൾ ആ സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നേ. 1960 വരെ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ബിഗ് ബാങ്ങിൻ്റെ വലിയൊരു കോമ്പറ്റേറ്റീവ് തിയറി ആയിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഒന്ന്, നമ്പർ 1, റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഇൻഡിക്കേഷൻ ഓഫ് ദ ഏജ് ഓഫ് എർത്ത് ആൻഡ് യൂണിവേഴ്സ്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് പറഞ്ഞത് എർത്തിന് 4.5 ബില്യൺ ഇയേഴ്സ് ഉണ്ട്. പക്ഷേ ഇവർ ബിഗ് ബാങ് മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നപ്പോൾ ഇത് 1.9 ബില്യനേ ഉള്ളൂ. സോ അതൊരു കോൺട്രഡിക്ഷൻ ആണല്ലേ, നമ്പർ 1. രണ്ടാമത്തത്, ബിഗ് ബാങ് തിയറി ഇനിഷ്യലി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സിന്തസിസ് ഓഫ് ഹെവിയർ എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ ആൻഡ് ഓക്സിജൻ ഫ്രം ലൈറ്റർ എലമെൻറ്റ്സ്. മനസ്സിലായോ? അതായത് ഈ ഹൈഡ്രജനും ഹീലിയത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ കാർബൺ, ഓക്സിജൻ പോലുള്ള ഹെവിയർ എലമെൻറ്റ്സ് ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് ഇനിഷ്യൽ ഡേയ്സിൽ ബിഗ് ബാങ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്പർ 2, ഇതും ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. മൂന്നാമത്തത്, ഈ ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറിയായിരുന്നല്ലോ. സോ ദ പ്രോബ്ലം ഈസ് ഓൾവേസ് ദർ ഇസ് എ റെസിഡ്യൂ. എന്താണ്? ഒരു നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹീറ്റ് അവനിൽ നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ചൂട് ഇങ്ങനെ നിൽക്കുമല്ലേ, അതുപോലെ തന്നെ ഒരു ലോ എനർജി ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ത്രൂ ഔട്ട് യൂണിവേഴ്സിലുണ്ട്. അതും ഈ ബിഗ് ബാങ് തിയറിക്ക് ഉണ്ടോ എന്ന് കാണിക്കാൻ പറ്റിയില്ല. സോ അതുവരെ ഭയങ്കര കോമ്പീറ്റൻ്റ് ആയിട്ട് ഈ സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സും ഉണ്ടായിരുന്നു. ഈവൻ ദോ ഈ ഗലാക്റ്റിക് ഷിഫ്റ്റും എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സും ഒക്കെ കണ്ടിരുന്നെങ്കിൽ പോലും ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ബിഗ് ബാങ് തിയറിയുടെ മുമ്പിൽ ഒരു ചലഞ്ചിങ് ആയിട്ട് തന്നെ നിന്നിരുന്നു. പക്ഷേ ഇത് മൊത്തം മാറി മറിഞ്ഞു. എപ്പോഴെന്നറിയാവോ? 3 കാര്യങ്ങളാണ്. നമ്പർ 1, അലൻ സാൻഡേജ്. അദ്ദേഹമാണ് ഏതാണ്ട് 13.8 ബില്യൺ ഇയേഴ്സ് ആണ് ഈ യൂണിവേഴ്സ് ഉണ്ടായി എന്ന് പറയാൻ സഹായിച്ച, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി സഹായിച്ച ഒരു സയൻറ്റിസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തോളണം. അപ്പോൾ ഇതിനൊരു ഏജ് കാൽക്കുലേഷൻ്റെ ആദ്യത്തെ പ്രോബ്ലം സോൾവ് ആയി. രണ്ടാമത്, ന്യൂക്ലിയർ സിന്തസിസ് ഓഫ് എലമെൻറ്റ്സ്. നമുക്കറിയാം ഈ ഫിഷനും ഒക്കെയുള്ള ഹൈ ന്യൂക്ലിയർ ഫിഷൻ പോലുള്ള പ്രോസസ്സിൽ നമ്മൾ പിന്നെ പിൽക്കാലത്ത് നമുക്ക് പഠിക്കാൻ പറ്റി അല്ലേ, ഈ എലമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. സോ അതും ആ തിയറിയും ആ ക്വസ്റ്റ്യനും ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ തിയറി മുന്നോട്ട് വെച്ചത് നിരീശ്വരവാദിയായ ഫ്രെഡ് ഹോയിൽ തന്നെയാണ് കേട്ടോ. ഫ്രെഡ് ഹോയിലാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇനി മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അർണോ പെൻസിയാസും അതുപോലെ റോബർട്ട് വിൽസണും ഒരിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് അവർ ആക്സിഡൻ്റലി ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അല്ലെങ്കിൽ CMB റേഡിയേഷൻസ് കണ്ടുപിടിക്കാൻ നോബൽ പ്രൈസ് അവർക്ക് കിട്ടിയായിരുന്നു. കറക്റ്റ്. ഈ തെളിവുകളെല്ലാം മുന്നോട്ട് വെച്ചത് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 1970 ലോകത്തുള്ള മുഴുവൻ അസ്ട്രോണമേഴ്സും കോസ്മോളജിസ്റ്റുമാരും ഇൻക്ലൂഡിങ് ഹെർമാൻ ബോണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ്. ആരാണ്? നിരീശ്വരവാദിയായിരുന്നു. ഫ്രെഡ് ഹോയലിൻ്റെ കൂടെയും ഒക്കെ അല്ലേ അനേകം സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തിയറി പ്രപ്പോസ് ചെയ്ത് അവർ ആ തിയറിയെ കാറ്റിപ്പറത്തി കളഞ്ഞിട്ട് പറഞ്ഞു ബിഗ് ബാങ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് തിയറി എന്ന് പറഞ്ഞു. ബേസിക്കലി ഒരു സയൻസ് എന്തൂസിയസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ശാസ്ത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഒക്കെ ഉള്ള സാധനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു കോംപ്ലക്സിറ്റി കൂടിയത് കൊണ്ട് ഞാൻ ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് റൈറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ ഫ്രെഡ് ഹോയലിനെയും ഹെർമാൻ ബോണ്ടി എടുക്കുമ്പോൾ ഫ്രെഡ് ഹോയലിൽ പറ്റിയത് ഇതാണ്, അദ്ദേഹം ഈ തിയറി അക്സെപ്റ്റഡ് ആയിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അതേസമയം ഹെർമാൻ ബോണ്ടി കൂടെ പ്രപ്പോസ് ചെയ്ത സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തെറ്റാണെന്ന് സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം മറ്റേ തിയറി അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡിയും നമുക്ക് ട്രൂ ആണെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത് എപ്പോഴാണ്? എവിഡൻസസ് കൂടുതൽ നമ്മുടെ മുമ്പിൽ വന്നപ്പോഴാണ്. നമുക്കറിയാം 1989 നാസ ഒരു കോബ് എന്ന് പറഞ്ഞൊരു കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബിഗ് ബാങ് തിയറിയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അലൻ സാൻഡേജ് ആയിരുന്നു. അദ്ദേഹം ഒരു ആഗ്നോസ്റ്റിക് ആയിരുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരു ദൈവവിശ്വാസി ആക്കി മാറ്റി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് 1-2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടോ. ഇദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്? He attributed this profound shift in his world view to the compelling scientific evidences for the universe beginning or creation event. He explained that
although he did not think that scientific evidences could not prove God's existence, he did think that new discoveries in cosmology and physics had lent അൺഎക്സ്പെക്റ്റഡ് ക്രെഡിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ തിയസ്റ്റിക് ബിലീഫ്. അതായത് ആധുനിക ശാസ്ത്രം, ഇതൊക്കെ പറഞ്ഞ 2 പോയിന്റ്. ഒന്ന്, നിങ്ങൾ സയൻസ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മെഷർ ചെയ്യാൻ പോയാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ പറയുന്നത് പോലെ ഗോഡ്, ബൈബിൾ തുടങ്ങുന്നത് ഇങ്ങനെ, ഉൽപ്പത്തി 1:1 പറയുന്ന പോലെ ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ് ബൈബിളിൻ്റെ 1:1 പറയുന്നത്, അല്ലേ? അതായത് ദ ഗോഡ് ഹു ക്രിയേറ്റഡ് ഈസ് ബിയോണ്ട് ദ സ്പേസ് ടൈം. അതായത് ബൈബിൾ ഈസ് ഓൺലി ബുക്ക് വിച്ച് പ്രിയസ്യൂംസ് ദാറ്റ് ഗോഡ് ഈസ് ബിഫോർ ദ കോസ്മിക്. പ്രപഞ്ചത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് റെലത്തിനകത്ത് മെഷർ ചെയ്യുന്ന KPIs അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന മെഷർമെൻറ്റ് ടൂൾസോ ടെക്നിക്കോ വെച്ചുകൊണ്ട് വി കനോട്ട് മെഷർ ഗോഡ്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കിയേ, ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്, ആധുനിക ശാസ്ത്രം കോസ്മോളജിയും ഫിസിക്സും ഒക്കെ കൊണ്ടെത്തി നിൽക്കുന്നത് ഒരു തിയസ്റ്റിക് ബിലീഫിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാസും എനർജിയും സ്പേസും ടൈമോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, if the material universe itself came into the existence a finite time ago, then matter and energy do not seem to be a good candidate as an explanation for the origin of universe. യൂണിവേഴ്സിനെ തുടക്കം കണ്ടെത്താൻ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതുകൊണ്ട് നിങ്ങൾക്കൊരു തുടക്കം കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അതിനപ്പുറത്തുള്ള എന്തോ ഒരു കാരണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, വീഡിയോയ്ക്ക് നേരത്തെ കമൻ്റ് ഇട്ട് ഒരു സഹോദരൻ പറഞ്ഞ പോലെ മതം പഠിച്ച് ഞാൻ ദൈവത്തിൽ വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് ശാസ്ത്രം പഠിച്ചിട്ട് ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ്. പ്രിയപ്പെട്ടൊരു വചനം കൂടെ ഞാൻ കാണിക്കാം. റോമ 1:20 അവിടെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിൽ കൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ലെന്ന്. അതായത് പ്രിയപ്പെട്ടവരെ, ഈ സൃഷ്ടവസ്തുക്കളിൽ കൂടെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തിയും അവൻ്റെ ദൈവത്വമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്ക് ഒഴിവ് കഴിവുകളില്ല എന്ന്. അതായത് നമ്മൾ ശാസ്ത്രം കൂടുതൽ പഠിക്കും തോറും, കൂടുതൽ അറിയും തോറും നമ്മൾ പോയി നിൽക്കുന്നത് ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിരീശ്വരവാദികളായ എൻ്റെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങളടുത്തും പറയണം, നിങ്ങളുടെ കാഴ്ചപ്പാട് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് റെഫ്യൂട്ട് ചെയ്യുന്ന അനേകം സയൻറ്റിഫിക് കാഴ്ചപ്പാടുകളുമുണ്ട്. നിങ്ങളതും എക്സ്പ്ലോർ ചെയ്യണം. മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എവരിവൺ. ഗോഡ് ബ്ലെസ്.